നവകേരള സദസ്സിലെ നിവേദനങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ അടിയന്തര നടപടികളെന്ന് മന്ത്രി വി എൻ വാസവൻ. കോട്ടയം ജില്ലയിൽ ആകെ ലഭിച്ചത് 42,656 നിവേദനങ്ങളാണ്. ഇതിൽ 3024 നിവേദനങ്ങളിൽ തീർപ്പായെന്നും മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ നിന്നായി 42,656 പരാതികളാണ് അപേക്ഷകളും പരാതികളുമായി ലഭിച്ചത്. അതിൽ വിഷയാടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുമ്പോൾ ചിലത് സോർട്ട് ചെയ്തെടുത്താൽ വിഷയങ്ങൾ 43,308 വരും. ഞങ്ങളിന്ന് കളക്ട്രേറ്റിൽ അതിൻ്റെ അവലോകന യോഗം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് 8-9 ദിവസങ്ങളിലായി എല്ലാ വകുപ്പ് മേധാവികളെയും വിളിച്ച് കിട്ടിയ എല്ലാ നിവേദനങ്ങളും പരാതികളും പരിശോധിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടി സുപ്രധാനമായ തീരുമാനങ്ങളെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും ഉന്നതരായ സീനിയർ IAS തന്നെ നിയോഗിച്ചുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയുണ്ടായി. ഒപ്പം ഓരോ ജില്ലയിലും ചുമതലയുള്ള മന്ത്രിമാരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ക്യാബിനറ്റ് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ചുമതലയുള്ള സീനിയർ IAS ഓഫീസർ ശ്രീമതി മിനി ആൻ്റണി IAS അവരുകളും പങ്കെടുത്തുകൊണ്ട് ഇന്ന് കോട്ടയം കളക്ട്രേറ്റിൽ ഞങ്ങളുടെ യോഗം ചേർന്നിരുന്നു. ഞങ്ങളത് നോക്കി പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ 3024 പരാതികൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, തീർപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു പരാതിയും ഒന്നും പരിഹരിക്കുകയില്ല എന്ന് പറഞ്ഞതിന് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്. സനോജ് സുരേന്ദ്രൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഈ വേഗത്തിൽ നിവേദനങ്ങളിൽ എല്ലാ ജില്ലകളിലും പരിഹാരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ആ ഒരു സ്ഥിതി, നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളുമായി ബന്ധപ്പെട്ട സാഹചര്യം, പരിശോധനകൾ എങ്ങനെ തുടരുന്നു, ഇതൊക്കെ തന്നെയല്ലേ മന്ത്രി പങ്കുവച്ചത്? തീർച്ചയായിട്ടും കാവ്യ, ആ കാര്യങ്ങൾ തന്നെയാണ് മന്ത്രി പങ്കുവച്ചത്. നമുക്കറിയാം, 140 മണ്ഡലങ്ങളിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10,000-ങ്ങളാണ് നവകേരള സദസ്സിന്റെ ഭാഗമാകാൻ ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ അവർക്ക് അവരുടെ ആവലാതികൾ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഓരോ സദസ്സുകളിലും 20-ലേറെ കൗണ്ടറുകൾ പരാതി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നു. അങ്ങനെ നിരവധിയായ പരാതികൾ, ലക്ഷക്കണക്കിന് പരാതികൾ സംസ്ഥാനത്തുടനീളം സർക്കാരിന്റെ പക്കലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നവകേരള സദസ്സുമായി യാത്ര തുടരുമ്പോൾ ഈ പരാതികൾക്കൊന്നും പരിഹാരം ഉണ്ടാവുകയില്ല എന്നും സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇത് എന്നും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പരിഹസിച്ചിരുന്നുവെങ്കിൽ പോലും അവർക്കുള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ ഈ ഓരോ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ തീർപ്പാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഇതിന്റെ പുരോഗതി, അതായത് ലഭിച്ച പരാതികളുടെ പുരോഗതി എന്താണ് എന്ന് വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചേർന്ന ഒരു അവലോകന യോഗം, ആ അവലോകന യോഗത്തിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ 42,656 നിവേദനങ്ങൾ ലഭിച്ചു. അത് വിഷയാടിസ്ഥാനത്തിൽ തരം തിരിച്ചപ്പോഴാണ് 43,308 പരാതികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിൽ 3024 പരാതികളിൽ അടിയന്തരമായി തീർപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള കാര്യം. മാത്രമല്ല, മറ്റ് പരാതികൾ, താലൂക്ക് തലത്തിൽ തീർപ്പാക്കേണ്ട പരാതികൾ താലൂക്ക് തലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിച്ച് തീർപ്പാക്കാനുള്ള ഒരു നിർദ്ദേശം ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായി. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പാക്കേണ്ട പരാതികൾ ഉണ്ടെങ്കിൽ കളക്ടറുടെ മേൽനോട്ടത്തിൽ ആ പരാതികൾ ജില്ലാ അടിസ്ഥാനത്തിൽ തീർപ്പാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. എന്നാൽ ജില്ലയിലും താലൂക്ക് തലത്തിലും പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ, മന്ത്രിസഭാ തലത്തിൽ ഇടപെടേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി സർക്കാരിനോ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന പല കേസുകളിലെ പരാതികൾ ഈ നവകേരള സദസ്സിൽ ലഭിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലഭിക്കപ്പെട്ടിട്ടുള്ള പരാതികൾ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുള്ള വിഷയങ്ങളിൽ സർക്കാരിന് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് എന്ന കാര്യം പരാതിക്കാരെ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് കോട്ടയം ജില്ലയിൽ 43,308 പരാതികൾ ലഭിക്കുമ്പോൾ ആ 43,308 പരാതികളിലും കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ പരാതികൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി ഓരോ വകുപ്പിനും ഓരോ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം
വെറുതെ സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്ന തരത്തിൽ പോവുക എന്നുള്ളതല്ല. സർക്കാർ കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതറിഞ്ഞുകൊണ്ട് ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പിലെയും പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പരാതികളുടെ തൽസ്ഥിതി അറിയാൻ വേണ്ടി അതാത് ദിവസങ്ങളിൽ അവലോകനം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഓരോ ആഴ്ചയിലും പരാതിയെ സംബന്ധിച്ചുള്ള പുരോഗതി വിലയിരുത്താൻ വേണ്ടി യോഗം ചേരണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലത്തെ യോഗത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മിനി ആന്റണി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. അതായത് ജനങ്ങൾ നൽകിയിട്ടുള്ള പരാതികൾ ഈ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ നൽകിയിട്ടുള്ള പരാതികളിലെല്ലാം തീർപ്പാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാവാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള, അതായത് ഈ നവകേരള സദസ്സിനെ പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് സർക്കാരിന്റെ ഈ നിർദ്ദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടുള്ള എല്ലാ ആൾക്കും കൃത്യമായി അവരുടെ പരാതികളിൽ തീർപ്പാക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടപെടലോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മന്ത്രി VN വാസവൻ ഇന്നലത്തെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കാവ്യ. ശരി സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രത്യേകിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിവേദനങ്ങളിൽ ഏറ്റവും അടിയന്തരമായി തീർപ്പാക്കുമെന്നത് മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. ജില്ലകൾ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് വിവിധ മേഖലകളിൽ വിവിധ വകുപ്പുകളുടെ ഒരു കൃത്യമായ ഏകോപനത്തിലൂടെ കൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് കോട്ടയം ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.